ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സില്ലി ലവ്. എൻ്റെ പേര് നിഷി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി മെമ്മറീസ് തരുന്നൊരു റെസിപ്പിയാണ്. എനിക്കെന്നല്ല നിങ്ങൾക്കും അതുതന്നെയാകും. നമ്മുടെ സ്വന്തം തേങ്ങാ ചമ്മന്തിയാണ്. ഈ തേങ്ങാ ചമ്മന്തി ആണെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നാട്ടിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ എൻ്റെ മമ്മി പ്രത്യേകിച്ച് എല്ലാ ദിവസവും തന്നയക്കുന്ന ഒരു കൂട്ടാനായിരുന്നു. മമ്മിയൊക്കെ കല്ലിലാണ് അരയ്ക്കുന്നത്, ഇപ്പം ഞാനിവിടെ മിക്സിയിലാണ് അരയ്ക്കുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്, എന്നാലും ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു 6 ഉണക്കമുളക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിക്കനുസരിച്ച് നിങ്ങൾക്ക് മുളക് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് 6 എണ്ണം ഇടുന്നത്. 10-12 എണ്ണം വരെ ഇടാം. ഇച്ചിരി എരി ഉള്ളതാണ് തേങ്ങാ ചമ്മന്തിക്ക് നല്ലത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് മുറിച്ചിടുന്നുണ്ട്, അപ്പം വേഗത്തിൽ അരിഞ്ഞ് കിട്ടും. പിന്നെ ഒരു 4 ചെറിയ ഉള്ളിയും നമുക്ക് ചെറുതായിട്ട് മുറിച്ചിടാം. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയൊരു പീസ് സവാളയും കൂടി ഇട്ടാൽ മതി. പക്ഷേ ചെറിയ ഉള്ളിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഉണക്കമുളകിന് പകരം വേണമെങ്കിൽ ചിലവർ ഈ പൊടിയും ഉപയോഗിക്കും, മുളക് പൊടിയും ഉപയോഗിക്കും. പക്ഷേ ഉണക്കമുളകിനാണ് ടേസ്റ്റ്. പിന്നെ നമുക്ക് നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ചുമന്ന നിറമൊക്കെ വരണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നല്ല ചുമന്ന നിറം വരും. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ പീസ് പിഴിയം പുളി അത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചിടാം. അപ്പോൾ അരഞ്ഞ് കിട്ടാൻ എളുപ്പമാണ്. പിന്നെ ഈ പുളിയൊന്നും കൂടാൻ പാടില്ല, അപ്പം ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ആടുന്ന ഒരു സാധനമാണ് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്യും. തികച്ചും ഓപ്ഷണലാണ്, പക്ഷേ അതിൻ്റേതായ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റും മണമൊക്കെ അതിന് വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്കത്. പിന്നെ ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് അരച്ചെടുക്കാൻ ഈ മിക്സിയിൽ പോരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഡിയം സൈസ് മിക്സി ജാർ എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ അരയ്ക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് അരച്ചെടുക്കാൻ ശ്രമിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നിർത്തി വേണം അരയ്ക്കാൻ. പിന്നെ നമുക്ക് ഈ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഞാനിപ്പം വെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് അല്ലാതെ അരച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. വെള്ളം ആഡ് ചെയ്യാതെ അരയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്കിതൊന്ന് ഞാൻ പറഞ്ഞല്ലോ, അരയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി വേണം അരയ്ക്കാൻ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇളക്കിയും കൊടുക്കണം, തുറന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ചൂടാവും, മിക്സി ചിലപ്പോൾ ചൂടാവും അടിയിലത്തെ അരയാതെ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ അരഞ്ഞു കഴിഞ്ഞ് ഇത് നമുക്കൊരു നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിനാവും നമ്മുടെ ചമ്മന്തി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ സ്റ്റൈല്. അപ്പം നമുക്ക് ഒരു അടുത്ത റെസിപ്പി കാണുന്നവരെ ബൈ.